ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷകരമായ ഒരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ വെള്ളം കുടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാമെന്ന് തീരുമാനിച്ചത്. നമ്മൾ ദിവസവും കുറേയേറെ വെള്ളം കുടിക്കുന്ന ആൾക്കാരാണ്. ദിവസവും ഒരു 2 ലിറ്റർ വെള്ളം കുടിക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്ന എപ്പോഴാണ്? നമുക്ക് ദാഹിക്കുമ്പോൾ നമ്മൾ ചെല്ലുന്നു, 1-2 ഗ്ലാസ് വെള്ളം ഒന്നിച്ച് കുടിക്കുന്നു. ഇതാണ് നമ്മുടെ ശീലം. ഈ വെള്ളം കുടിക്കുമ്പോൾ എന്താ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ദാഹം മാറാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്. പക്ഷേ എപ്പോഴും ദാഹിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ദാഹം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ കുടിക്കുന്ന ഈ വെള്ളം നമ്മുടെ ശരീരത്തിൽ എന്ത് പ്രവർത്തനമാണ് നടത്തുന്നത്, അതിനെപ്പറ്റി നമ്മളാരും ചിന്തിക്കാറില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ഈ നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളം നേരെ നമ്മുടെ ചെറുകുടലിലാണ് എത്തിച്ചേരുന്നത്. ചെറുകുടലിൽ എത്തുന്ന വെള്ളം അവിടെ നിന്ന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായി നമ്മൾ ആഹാരമൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ അവിടെ ശേഖരിക്കപ്പെടുന്ന വൈറ്റമിൻസിനെ വഹിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു. തലച്ചോറ്, രക്തധമനികൾ, അതുപോലെ തന്നെ സ്കിന്ന്, അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ വെള്ളം എത്തിച്ചേരുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ ചില കാര്യങ്ങൾ ഈ വെള്ളം ചെയ്യുന്നുണ്ട്. നമ്മൾ കുടിക്കുന്ന ഈ ജലം നമ്മുടെ ശരീരത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ ബ്ലഡിനെ ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ രക്തം കട്ട പിടിച്ച് നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാകുക, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ കുടിക്കുന്ന ഈ വെള്ളം നമ്മുടെ രക്തധമനികളിൽ കൂടി പോയി നമ്മുടെ ബ്ലഡിനെ ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ട്. കട്ടി പിടിക്കാതെ അതിനെ നേർപ്പിക്കുന്നുണ്ട്, കട്ടി കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ചെയ്യുന്നു, നമ്മുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്നു. അപ്പം നമ്മുടെ ഈ ബ്ലഡ് ഇങ്ങനെ കട്ട പിടിക്കാതെ ഡൈല്യൂട്ട് ആകുമ്പം നമ്മുടെ ശരീരത്തിൽ കൂടി രക്തത്തിന് നന്നായിട്ട് ഒഴുകാൻ, ഫ്ലോ ചെയ്യാനായിട്ട് സഹായിക്കും. അത് നമ്മുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തെ ഒത്തിരിയേറെ സഹായിക്കും. അങ്ങനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പോഷകാഹാരത്തെയൊക്കെ എത്തിച്ചതിന് ശേഷം ഈ വെള്ളം തിരിച്ച് എവിടെ വരും? നമ്മുടെ കിഡ്നിയിൽ വരും. കിഡ്നിയിൽ വന്നു കഴിയുമ്പോൾ കിഡ്നിയുടെ പ്രവർത്തനം എന്താണെന്നറിയാവോ? നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരിച്ച് കിഡ്നിയിലെത്തുന്ന ഈ വെള്ളത്തെ അരിപ്പ പോലെ അരിച്ചെടുക്കുക. ആവശ്യമില്ലാത്ത നമ്മുടെ ശരീരത്തിൽ വിഷാംശങ്ങൾ കാണും, പലതരത്തിലുള്ള മാലിന്യങ്ങൾ കാണും. ഈ മാലിന്യങ്ങളെയൊക്കെ ഈ കിഡ്നി എന്ത് ചെയ്യും? അരിപ്പ പോലെ അരിച്ച് ആവശ്യമില്ലാത്ത മാലിന്യങ്ങളെയും അതുപോലെ തന്നെ കൂടുതലുള്ള വെള്ളത്തെയും യൂറിനായിട്ട് പുറത്തേക്ക് വിടും. ഇതാണ് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ആ പ്രതിഭാസം. അപ്പം വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ എങ്ങനെ കുടിക്കണം എന്നറിയാവോ? നമ്മൾ സാധാരണ വെള്ളം ദാഹിക്കുമ്പോൾ 2-3 ഗ്ലാസ് വെള്ളം ഒന്നിച്ചങ്ങ് കുടിക്കും. പക്ഷെ അങ്ങനെ കുടിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം വേറൊരു പരിപാടിയാണ്. എന്താണെന്നറിയാവോ? അങ്ങനെ നമ്മൾ 2-3 ഗ്ലാസ് വെള്ളം ഒന്നിച്ച് കുടിക്കുമ്പോൾ ഈ വെള്ളം നേരെ നമ്മുടെ ചെറുകുടലിൽ ചെല്ലും. അവിടെ നിന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകില്ല. അതായത് ഈ വൈറ്റമിൻസിനെ വഹിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്യാനായിട്ടുള്ളൊരു സമയം കിട്ടത്തില്ല. ഒത്തിരി വെള്ളം ഒന്നിച്ച് ചെല്ലുമ്പോൾ അത് നേരെ കിഡ്നിയിലേക്ക് പോകും. കിഡ്നി വിചാരിക്കും ഇത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിയതിന് ശേഷം വന്ന വെള്ളമാണെന്ന് കരുതി കിഡ്നി ഈ വെള്ളത്തിനെ പുറത്തേക്ക് വിടുകയും ചെയ്യും. അപ്പോൾ അതിലൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മിനറൽസ്, പൊട്ടാസ്യം, മഗ്നീഷ്യം, സോഡിയം തുടങ്ങിയ മിനറൽസ് എല്ലാം ഈ വെള്ളത്തിൽ കൂടി പെട്ടെന്ന് ഒഴുകിപ്പോകാനായിട്ടുള്ളൊരു കാരണമാകും. അപ്പം നമ്മൾ വെള്ളം 1-2 ഗ്ലാസ് വെള്ളം ഒന്നിച്ച് കുടിക്കുമ്പോൾ അതൊരിക്കലും നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ട് മാറുന്നില്ല. നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ വൈറ്റമിൻസ് എത്തിക്കുവാനായിട്ടോ പോഷകങ്ങൾ എത്തിക്കുവാനോ അതുപോലെ തന്നെ നമ്മുടെ രക്തധമനികൾ ഡൈല്യൂട്ട് ചെയ്യുക തുടങ്ങിയ പ്രവർത്തനങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. ആ വെള്ളം നേരെ നമ്മുടെ കിഡ്നിയിൽ ചെല്ലുന്നു, കിഡ്നി അതിനെ പുറത്തേക്ക് കളയുന്നു. അപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം കിട്ടുന്നില്ല. അപ്പം നമ്മൾ വെള്ളം കുടിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയുമോ? നമ്മൾ ദാഹിക്കുമ്പോഴല്ല വെള്ളം കുടിക്കേണ്ടത്. നമ്മൾ ഓരോ അരമണിക്കൂർ ഇടവിട്ടും നമ്മൾ കുറേശ്ശെയായിട്ട് വെള്ളം കുടിക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം വീതം അരമണിക്കൂർ അല്ലെങ്കിൽ 1/4 മണിക്കൂർ ഇടവിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം വീതം കുടിക്കുകയാണ് നമ്മൾ ശരിയായ വെള്ളം കുടിയുടെ ശീലം എന്ന് പറയുന്നത്. അതാണ്. അപ്പോൾ അത് അങ്ങനെ കുടിച്ചെങ്കിൽ മാത്രമേ നമ്മൾ കുടിക്കുന്ന വെള്ളം ശരിയായ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരത്തുള്ളൂ, ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ അത് സഹായിക്കത്തുള്ളൂ. ഇനി കൂടുതൽ വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഒന്നിച്ച് കുടിക്കുന്നത് വേറൊരു ദോഷം കൂടിയുണ്ട്.
നമ്മൾ ഈ വെള്ളം എല്ലാം കൂടെ ഒന്നിച്ച് കിഡ്നിയിലേക്ക് ചെല്ലുമ്പോൾ കിഡ്നി ഓവറായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഈ വെള്ളത്തെ അരിച്ച് പുറത്തേക്ക് കളയാനായിട്ട് കിഡ്നി, നമുക്കറിയാം വെള്ളം മലവെള്ളം പോലെ ഇങ്ങനെ ഒഴിച്ചു വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താനായിട്ട് പറ്റുകയല്ലോ. അപ്പം അത് പെട്ടെന്ന് കിഡ്നി പ്രവർത്തിച്ച് കിഡ്നിക്ക് ഭാവിയിൽ കിഡ്നി പല രോഗങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. കിഡ്നിയുടെ ശേഷി നശിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സിപ്പായിട്ട് വെള്ളം കുടിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അത് ഒരു വളരെ വലിയ, നമ്മളാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നും എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇത് ഒരു അവയർനെസ് മാത്രമാണ്. ഇത് രോഗത്തിന് മരുന്നോ ഒന്നുമല്ല. ഇത് ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരു അവയർനെസ്, ഒരു ബോധവൽക്കരണം മാത്രമാണ്. ഏതെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും നല്ല ഒരു സൺഡേ ആശംസിക്കുന്നു. ഗുഡ് ബൈ.